സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. കേരയിൽ ആവശ്യമില്ല, കേരളത്തിന് കേരയിൽ ആവശ്യമില്ലെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. ഒരു പ്രളയത്തിന്റെ അനുഭവം മുന്നിലുണ്ടാകണം. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നമുക്ക് സംവിധാനമുണ്ട്. പിന്നെയും എന്തിന് ജനദ്രോഹം, പ്രകൃതിദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം? ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ്. ആ ഫ്ലഡിൻ്റെ ഒരു ജിയോമെട്രിയും എർഗണോമെട്രിക്സും ഒക്കെ നിങ്ങൾ പരിശോധിക്കും. ലെവിൻ കെ വിജയനുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, സുരേഷ് ഗോപിയുടെ വാക്കുകൾ അനുസരിച്ച് കേരളത്തിന് കേരളിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ആ സാധ്യത പൂർണ്ണമായും മങ്ങുകയാണോ? സേതുലക്ഷ്മി, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സജീവമായ ചർച്ചകൾ ഒരു ഘട്ടത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നിരുന്നു. അത്തരത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മറുപടി ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന് ആവശ്യമേ ഇല്ല എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമാണ് തനിക്കുള്ളത്. കേരളത്തിൽ മുൻപുണ്ടായ പ്രളയത്തിന്റെ അനുഭവം മുന്നിലുണ്ടാകണം. ജനാധിപത്യ വിരുദ്ധപരമായ ഒരു പ്രതിഷേധങ്ങൾ, അത്തരത്തിലുള്ള സമീപനങ്ങളാണ് കേരളിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിലവിലെ റെയിൽ പാതകൾക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായ ഘട്ടത്തിൽ കേരളയിൽ പോലൊരു ആശയത്തിന് പ്രസക്തിയില്ല എന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രാദേശിക റെയിൽ നെറ്റ്വർക്കുകൾ അടക്കമുള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഒരു പദ്ധതിയാണ് കേരളയിൽ എന്ന് പറഞ്ഞു വെക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇന്ന് രാവിലെ കെ മുരളീധരന്റെയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ മുരളീധരന്റെയും പത്നി കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മന്ദിരത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് മാധ്യമപ്രവർത്തകരോടായി സുരേഷ് ഗോപി നിലപാടുകൾ വ്യക്തമാക്കിയത്. രാഷ്ട്രീയപരമായി വേറെ പ്രത്യേകതകൾ നിറഞ്ഞൊരു സന്ദർശനമായിരുന്നു കെ മുരളീധരന്റെ മുരളി മന്ദിരം എന്നുള്ള വീട്ടിലേക്ക്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ നേതാവായി ചേർന്ന് ബി.ജെ.പിയിൽ അംഗത്വം എടുത്തതിന് പിന്നാലെ കെ മുരളീധരൻ പറഞ്ഞിരുന്നു കെ കരുണാകരന്റെയും വീട്ടിൽ ബി.ജെ.പിക്കാരെ കയറി ഇറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളത്. പക്ഷേ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കേന്ദ്രമന്ത്രിയായതിനു ശേഷം സഹോദരിയോടൊപ്പം ഇവിടെ വന്ന് പുഷ്പാർച്ചന നടത്തി. ലെവിൻ തുടരുക. ഈ ഒപ്പം തന്നെ ഇന്ന് തൃശൂർ ലൂർദ് പള്ളിയിലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തിയിട്ടുണ്ട്. മാതാവിന് സ്വർണ്ണക്കൊന്തയും അദ്ദേഹം സമർപ്പിച്ചു. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് ഇത്തവണ ലെവിൻ, നേരത്തെ ഈ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തോടനുബന്ധിച്ച് ദേവാലയത്തിലെ ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നതാണ്. അതിന് പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും ഇപ്പോൾ ദേവാലയത്തിലേക്ക് എത്തിയതല്ലേ? മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ എത്തിയ സുരേഷ് ഗോപിക്ക് വലിയ വിവാദങ്ങളിലേക്ക് ചെന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം വിവാദങ്ങൾ ഈ പള്ളിയിലെ സുരേഷ് ഗോപി വഴിപാടായി സമർപ്പിച്ച സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണങ്ങളും ഒട്ടനേകം നേരിടേണ്ടി വന്നു സുരേഷ് ഗോപിക്ക്. പക്ഷേ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് നിരവധി പ്രത്യേകതകളാണുള്ളത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വിജയം മതന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കാനായി എന്നുള്ള പൊതുവിലയിരുത്തലുകൾ നിലനിൽക്കുമ്പോൾ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് സുരേഷ് ഗോപി ഇന്ന് വീണ്ടും ലൂർദ് മാതാവിന്റെ മുന്നിൽ സ്വർണ്ണ കൊന്തയുമായി എത്തിയത്. ക്രൈസ്തവ സമൂഹത്തോടുള്ള ഒരു നന്ദി പ്രകടനം കൂടിയായി വേണം നമുക്ക് അതിനെ വിലയിരുത്താൻ. കാരണം വലിയ രീതിയിൽ തൃശ്ശൂരിൽ ക്രൈസ്തവ സമുദായ അംഗങ്ങളുടെ പിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിച്ചു. ഒപ്പം തന്നെ ഭക്തിയുടെ ഒരു വശവും കൂടി ആ സന്ദർശനത്തിന് പിന്നിലുണ്ട്. ഹൃദയത്തിലാണ് ഭക്തിയുള്ളത്, വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മാധ്യമങ്ങളോടായി സംസാരിച്ചത്. അതിനു മുൻപ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ലൂർദ് മാതാവിന്റെ
പള്ളിയിൽ ലൂർദ് കത്തീഡ്രലിൽ എത്തിയ സുരേഷ് ഗോപി ഇടവക അംഗങ്ങളോട് സംസാരിക്കുകയും പള്ളി കമ്മിറ്റിക്കാരും പുരോഹിതരും അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ആദ്യം ദേവാലയത്തിലെത്തിയ സുരേഷ് ഗോപി ലൂർദ് തീർച്ചയായും ലെവിൻ, കാരണം ഇതിനു മുൻപ് മകൾ ഭാഗ്യയുടെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം സ്വർണ്ണ കിരീടം സമർപ്പിച്ചതിന് ശേഷം അത് വലിയ ചർച്ചയായി. അതിനൊക്കെ പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നായിരുന്നു. അന്ന് താൻ തന്റെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു നേർച്ച അതിനെ വലിയ വിവാദമാക്കി. എന്നെ നിങ്ങൾ കുത്തി നോവിച്ചു, അതിനുള്ള ശിക്ഷയാണ് തൃശ്ശൂരിലെ എന്റെ വിജയം എന്ന് പോലും വിജയിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ആ ഒരു കാര്യവും അവിടെ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ലെവിൻ, മറ്റൊന്ന്, ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞ തൃശ്ശൂരിൽ വന്നതിന് ശേഷം സ്മൃതി കുടീരത്തിൽ പോയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളുണ്ട്. അതായത് കരുണാകരനോട് ആരാധന, ഒപ്പം ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇങ്ങനെ പറയുന്നത് എല്ലാ കക്ഷികളുടെയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം കൂടിയായി വ്യാഖ്യാനിച്ചുകൂടെ? സുരേഷ് ഗോപി ഒരു BJP നേതാവിനപ്പുറത്ത് ഒരു സിനിമാ താരം എന്നുള്ള നിലയിൽ ഏറെ ജനകീയനാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ തനിക്ക് ലഭിച്ചു. താനൊരു BJP-കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ജനങ്ങളെ സമീപിക്കുന്നതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തന്റെ സ്വകാര്യമായിട്ടുള്ള ചില കാര്യങ്ങളിൽ വ്യക്തികളുമായിട്ടുള്ള അടുപ്പങ്ങളും സ്നേഹബന്ധങ്ങളും അടക്കം പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ. കഴിഞ്ഞ ദിവസം EK നായനാർ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി അദ്ദേഹം അക്കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് K മുരളീധരന്റെ വീട്ടിൽ കൂടി അദ്ദേഹം എത്തുന്നത്. K മുരളീധരന്റെ മകൾ പത്മജ BJP നേതാവാണെങ്കിൽ പോലും K മുരളീധരനോടും ആ കുടുംബത്തോടുമുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിലാണ് താൻ ഒരു ഗുരുത്വത്തിൽ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് എത്തുന്നതെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഒരിക്കൽ തന്നെ മാനസപുത്രൻ എന്ന് വിളിച്ച ആളാണ് K കരുണാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുക എന്നുള്ളത് തന്റെ വലിയ ആഗ്രഹമായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിന്റെ കാലത്തും സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഇവിടേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്ന് ഇരുവരും ലെവിൻ, എന്താണെങ്കിലും K കരുണാകരൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുരളി മന്ദിരം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിലും അദ്ദേഹം എത്തി അവിടെ മാതാവിന് സ്വർണ്ണക്കൊന്തയും സമർപ്പിച്ചു. അതിന്റെ ദൃശ്യങ്ങളും വാർത്തകളിലെ വിശദാംശങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. ലെവിൻ K വിജയനാണ് വിവരങ്ങൾ നൽകിയത്.